ഹോസ്പിറ്റൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ ഒരു സ്പൈനൽ സ്ട്രോക്ക് വന്നത്. പിന്നെ ഉണ്ടായിരുന്ന വസ്തുവും പിന്നെ വീടും എല്ലാം വിറ്റാണ് ഇത്രയും നാളെ നമ്മൾ പോയത്. സിനിമയിൽ പോലും കാണാത്ത വിധം ഹൃദയസ്പർശിയായ ഒരു സഹോദര സ്നേഹത്തിന്റെ കഥയാണിത്. പക്ഷേ ഈ കഥയിലെ നായകൻ ഇന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഒരു കിടക്കയിൽ ശ്വാസം മാത്രമായി ഒതുങ്ങുകയാണ്. അപരനു വേണ്ടി സ്വന്തം ജീവന്റെ പാതി പകുത്തു നൽകാൻ തയ്യാറായ ഒരു മനുഷ്യനെ വിധി ക്രൂരമായി ചതിച്ചപ്പോൾ അവന് കാവലായി എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച രണ്ട് സഹോദരിമാരുടെ കണ്ണീർ കഥ. കരിനിഴൽ വീണ ആ ദിവസം 2020 ജൂലൈ 27. ആറ്റിങ്ങൽ സ്വദേശിയായ രഞ്ജുവിന്റെയും കുടുംബത്തിന്റെയും ജീവിതം മാറിമറിഞ്ഞ ദിവസം. ബഹ്റൈൻ മിനിസ്ട്രിയിൽ ഉയർന്ന ജോലി നോക്കിയിരുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന രഞ്ജുവിനെ തേടി ഒരു സഹായമെത്തി. തന്റെ മുറിയിലുണ്ടായിരുന്ന സുഹൃത്തിന്റെ പിതാവിന് കരൾ മാറ്റിവെക്കണം. രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്റെ കരൾ നൽകാൻ രഞ്ജു തയ്യാറായി. ഇത് എൻ്റെ സഹോദരൻ രഞ്ജു. അവന് 2020 അവൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്യുകയുണ്ടായി. ആ സമയത്തുണ്ടായ സർജറിക്കിടെ സ്പൈനൽ സ്ട്രോക്ക് വരികയും 5 വർഷമായി ഇതേപോലെ കിടപ്പിലാവുകയും ചെയ്തു. ഹോസ്പിറ്റൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ ഒരു സ്പൈനൽ സ്ട്രോക്ക് വന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നഷ്ടപരിഹാരം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. എന്തെങ്കിലും നഷ്ടപരിഹാരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ആരും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ കരൾ സ്വീകരിച്ചയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോൾ നൽകിയ രഞ്ജുവിന്റെ ലോകം എന്നേക്കുമായി ഇരുളടഞ്ഞു. വിധി നൽകിയ ക്രൂരത ഓപ്പറേഷനിടയിലുണ്ടായ സ്പൈനൽ കോഡ് സ്ട്രോക്ക് രഞ്ജുവിനെ തളർത്തിക്കളഞ്ഞു. പരാലിസിസ് ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് അവൻ കിടപ്പിലായി. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ അന്വേഷണത്തിൽ തെളിഞ്ഞെങ്കിലും അതൊന്നും രഞ്ജുവിനെ തിരികെ നൽകാൻ പോന്നതായിരുന്നില്ല. കാലക്രമേണ ന്യൂമോണിയ ബാധിച്ച് അവന്റെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ഇന്ന് ആഹാരം നൽകുന്നത് പോലും ട്യൂബ് വഴിയാണ്. കരിയറും ജീവിതവും മാറ്റിവെച്ച് ഇൻഫോസിസ് അടക്കമുള്ള പ്രമുഖ അമേരിക്കൻ കമ്പനികളിൽ ഉയർന്ന പദവിയിലിരുന്ന രശ്മി എന്ന സഹോദരി തന്റെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് ഇന്ന് അനിയന്റെ നിഴലായി കൂടെയുള്ളത്. ഞാനും എൻ്റെ മൂത്ത സഹോദരിയും ആണ് രഞ്ജുവിനെ നോക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയും ഒന്നുമില്ല നമുക്ക്, അവരെല്ലാം മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്ന വസ്തുവും പിന്നെ വീടും എല്ലാം വിറ്റാണ് ഇത്രയും നാൾ നമ്മൾ പോയത്. ഏകദേശം 1.5 കോടിക്ക് മേലെയായി രഞ്ജുവിന് ചികിത്സിച്ച്. വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു 21 ദിവസം. പിന്നെ MICയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചികിത്സാ സമയത്തൊക്കെ ഒത്തിരി പൈസ ചിലവായി. ഒത്തിരി 1.5 കോടിക്ക് മേലെ നമുക്ക് ചിലവായി. ഇപ്പം തന്നെ ഡെയിലി നമുക്കൊരു 5000 രൂപ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും പിന്നെ രഞ്ജുവിന് എല്ലാ ആഴ്ചയും ബ്ലഡ് ടെസ്റ്റ് നടത്തണം. പിന്നെ യൂറിൻ ബാഗ്, ബ്ലാഡർ വാഷ് കൊടുക്കണം, യൂറിൻ ബാഗ് മാറ്റണം. അങ്ങനെയൊക്കെ ഒത്തിരി ചിലവ് നമുക്കുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കണേ. അധ്യാപകരായിരുന്ന അച്ഛനും അമ്മയും നേരത്തെ മരിച്ച ആ വീട്ടിൽ സഹോദരനെ ശുശ്രൂഷിക്കാൻ രശ്മിയും മറ്റൊരു സഹോദരിയും മാത്രമാണുള്ളത്. ബന്ധങ്ങളുടെ വിലയെന്താണെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ സ്നേഹം മാത്രം മതിയല്ലോ വിഷപ്പടക്കാൻ. സഹായത്തിനായി കൈനീട്ടുന്നു. ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. രഞ്ജുവിന് നൽകുന്ന പൊടി രൂപത്തിലുള്ള പ്രത്യേക ഭക്ഷണത്തിന് മാത്രം ഒരു ദിവസം 1850 രൂപയോളം ചിലവാകുന്നു. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഈ ഒരു ബോട്ടിൽ പൊടി ഒരു ദിവസത്തേക്കേ വരുള്ളൂ. അത് നമുക്ക് 9200 കൊടുക്കുമ്പോൾ 6 ബോട്ടിൽ പൊടി കിട്ടും. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് വാങ്ങിച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. വർഷങ്ങളായുള്ള ചികിത്സയിൽ സമ്പാദ്യമെല്ലാം തീർന്നുപോയ ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. വിദേശത്തെ നല്ല ജോലിയും ജീവിതവും അപരന് വേണ്ടി നൽകിയ ആ മനസ്സിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഈ സഹോദരിമാർക്ക് കഴിയില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി അതിൻ്റെ ഒരു അന്തിമ വിധി വരുന്നവരെയൊക്കെ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ.
അതുവരെയെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കണം, അവനൊന്ന് പഴയ രീതിയിലായി കൊണ്ടുവരണം. അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത്. നിശബ്ദനായി കിടക്കുന്ന രഞ്ജുവിനും അവനെ പൊന്നുപോലെ നോക്കുന്ന സഹോദരിമാർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ സഹായങ്ങൾ വലിയൊരു ആശ്വാസമാകും. ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. രഞ്ജുവിൻ്റെ സഹോദരി രശ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിനോടൊപ്പം ചേർക്കുന്നു.